ഒരു 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി ആ കുട്ടിയുടെ കല്യാണം നടത്തിപ്പിക്കലാണോ ഈ പാർട്ടിയുടെ എം.വി. ഗോവിന്ദന്റെ പണി? ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ പണി 16 വയസ്സുകാരുടെ കല്യാണം നടത്തിക്കൊടുക്കലാണോ? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം.പി. എ റഹീമിന്റെ പണി ഇതാണോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ഇതൊരു ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗൂഢാലോചനയിൽ എം.വി. ഗോവിന്ദനും അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടിയും എ റഹീമും പങ്കാളിയാണ്. ആ പങ്കാളിയായിരിക്കുന്ന ഇവരെ ആ ഗൂഢാലോചനയിൽ കേസിൽ പ്രതിയായി SC അട്രോസിറ്റി നിയമപ്രകാരവും ക്രിമിനൽ കോൺസ്പിറസി നിയമപ്രകാരവും എം.വി. ഗോവിന്ദനും വി ശിവൻകുട്ടിയും എ റഹീമും പ്രതിയായിട്ട് ജയിലിൽ കിടക്കാൻ യോഗ്യരായിരിക്കെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം. ഇന്ത്യൻ ശിക്ഷാ നിയമം എം.വി. ഗോവിന്ദനും S. സുരേഷിനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. ആ നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഇവരെല്ലാവരും ജയിലിൽ കിടക്കാൻ തക്ക കുറ്റം ചെയ്തിട്ടുണ്ട് ഈ കോൺസ്പിറസിയുടെ പേരിൽ എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ വന്നാലും മധ്യപ്രദേശിൽ വന്നാലും അങ്ങനെ വരുന്ന കൊച്ചുകുട്ടികളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? നിയമം അറിയില്ലേ? എം.വി. ഗോവിന്ദനോട് അത് പഠിപ്പിച്ചു കൊടുക്കുക. എം.വി. ഗോവിന്ദന് 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടി വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കലാണ് ഒരു സാമാന്യ ബോധമുള്ള പൗരൻ ചെയ്യേണ്ടതെന്ന് എം.വി. ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുക. അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ളവർ ഉൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ വരണം. ആ രീതിയിലുള്ള അന്വേഷണം പോകണമെന്നാണ് BJPയുടെ ആവശ്യം. 16 വയസ്സുകാരിയാണ് എന്ന് തെളിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അച്ഛനാണ് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ അച്ഛൻ പ്രതി, എം.വി. ഗോവിന്ദനാണ് ഒപ്പിട്ട് സാക്ഷിയായിട്ടെങ്കിൽ എം.വി. ഗോവിന്ദൻ പ്രതി, അമ്മയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ അമ്മ പ്രതി. ഇതാണ് ഈ രാജ്യത്തിലെ നിയമം. അതാണ് പോക്സോ കേസ്. 16 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ എം.വി. ഗോവിന്ദന് ആരാ അധികാരം കൊടുത്തത്? വി ശിവൻകുട്ടിക്ക് ഒരു 16-കാരി കുട്ടിയെ പിടിച്ച് കണ്ടവന് കെട്ടിക്കൊടുക്കാൻ ആരാ അധികാരം കൊടുത്തത്? ഇതിന് ഉത്തരം പറയട്ടെ CPM.